പ്രൈസ് ദി ലോർഡ്. ചില സ്പിരിറ്റിനെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, അന്തരീക്ഷ ശക്തികൾ. എഫേസോസ് 2:1-2. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ, എഫേസോസ് 2:1-2. അതായത് അന്തരീക്ഷ ശക്തികൾ, അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് അവർ നടന്നത്. ഉണ്ടോ? അനുസരണക്കേടിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവവചനം, ദൈവകൽപ്പന അനുസരിക്കാത്തവരാണ് അനുസരണക്കേടിൻ്റെ മക്കൾ. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികൾ. അന്തരീക്ഷ ശക്തികൾ പിടികിട്ടിയോ? അന്തരീക്ഷ ശക്തികൾ. ചില ഏറിയ നമുക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലല്ല, അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാർ. ഒരു ദേശത്തിന് ഒരു ആ ദേശത്തിൻ്റെ അധികാരി, അധിപതി ചിലപ്പോൾ തിന്മയുടെ ശക്തിയായിരിക്കാം ഉണ്ടാവും. ഞാൻ ഒത്തിരി അത് വിശദീകരിക്കുന്നില്ല, അതൊരു വേറൊരു മേഖലയാണ്. അന്തരീക്ഷ ശക്തിയുടെ അധീശന്മാർ. ഇതാണ് നമ്മുടെ വീടുകളിൽ നിരന്തരം പ്രാർത്ഥന വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം. നമ്മുടെ വീട്ടിൽ എന്നും സന്ധ്യാപ്രാർത്ഥനയും സ്തുതിപ്പും പ്രാർത്ഥനയും, പറ്റുമെങ്കിൽ വീടിന് ചുറ്റും നടന്ന് ജപമാല ചൊല്ലുക, വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് ഒത്തിരി നല്ലതാണ്. വീട്ടിൽ എന്നും കലഹവും വഴക്കും സ്വസ്ഥതയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഓരോ മുറിയിലും ഒരു 3 വിശ്വാസ പ്രമാണം എല്ലാവരും കൂടെ കൈയെടുത്ത് പിടിച്ച് ഒരു 3 വിശ്വാസ പ്രമാണം ചൊല്ലി യേശുവിൻ്റെ നാമത്തിൽ തിന്മ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തത്താൽ അഭിഷേകം ചെയ്യുക. ഓരോ മുറിയിലും കുറേ ദിവസം പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീട്ടിലെ കലഹം, രോഗങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ സ്പിരിറ്റ് വിട്ടുപോയിക്കൊണ്ടിരിക്കും. പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അടുത്തത് ഞാൻ ഓരോന്ന് പറയണം. 2, ഈ ലോകത്തിൻ്റെ ദേവൻ. 2 കൊരിന്തോസ് 4:3-4. ഈ ലോകത്തിൻ്റെ ദേവൻ. 2 കൊരിന്തോസ്. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവിടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസിയുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെയോ സുവിശേഷത്തെയോ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. 3, അരാജകത്വത്തിൻ്റെ ആത്മാവ്. 2 തെസ്സലോനിയൻസ് 2:7-8. അരാജകത്വത്തിൻ്റെ ആത്മാവ്. വെളിപാട് 20:1-2. അരാജകത്വത്തിൻ്റെ അജ്ഞാതശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവനെ തടഞ്ഞു നിർത്തിയവൻ വഴിമാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. ഉണ്ടോ? അരാജകത്വത്തിൻ്റെ അജ്ഞാതശക്തി. നമ്മൾ പറയാറില്ലേ, അരാജകത്വം എന്ന് പറഞ്ഞ വീടാണ് അരാജകത്വത്തിൻ്റെ അജ്ഞാതശക്തി. അടുത്തത് വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം. ഹോസിയ 5:4. തോബിത്ത് 6-ാം അധ്യായം 14-ാമത്തെ വചനം. നമുക്കറിയാം, തോബിത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്ന സാറ, അവളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏകമകനാണ്. മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെപ്പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പിശാച് അവളിൽ അനുരക്തനാണ്. ഒരു പിശാച് അവളിൽ അനുരക്തനാണ്. ഉണ്ടോ? അതുകൊണ്ടാണ് വിവാഹം കഴിച്ചപ്പോൾ എല്ലാ പുരുഷന്മാരെയും ആ പിശാച് കൊന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഉണ്ട്. ദൈവദൂതൻ പറയുകയാണ്, ആ പിശാചിനെ നീ പേടിക്കണ്ട, നിൻ്റെ കൈവശമുള്ള മത്സ്യത്തിൻ്റെ ചങ്ങുകളിൽ പുകയ്ക്കുക എന്ന് പറയുകയാണ്. ചങ്ങുകളിൽ പുകച്ചു. നമ്മൾ വായിക്കുന്നു തോബിത്ത് 8:2-3. അവൻ റഫായേലിൻ്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്ങുകളിലും ഇട്ടു പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ഉണ്ടോ? പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. ദൂതൻ അവനെ ബന്ധിച്ചു. അതേത് പിശാചാണ്? പിശാച് അവളിൽ അനുരക്തനാണ്. സാറായിൽ അനുരക്തനായ ഒരു പിശാച്. അത് വിട്ടുപോയി. ദൈവദൂതൻ അതിനെ ബന്ധിച്ചു. ഇത് വേറൊരു മേഖലയാണ്, വിശാലമായ മേഖലയാണ്. നമുക്കത് പൊതുവായിട്ട് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ മേഖലയിലുണ്ട്.
ആ പിശാച് അവിടെ പറയുന്നു, ഒരു പിശാച് അവളിൽ അനുരക്തനാണ്. നിങ്ങൾ ഈ കഥകളൊക്കെ കേട്ടില്ല? ഗന്ധർവൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? ഗന്ധർവൻ്റെ കഥകളൊക്കെ ഉണ്ടോ? കേൾക്കാതിരിക്കുന്ന നല്ലത്. ഗന്ധർവ കഥകളൊക്കെ ഇതൊക്കെ ചുമ്മാ പറയുന്നൊന്നുമല്ല, വെറും കഥയായിട്ട് നിങ്ങൾ അത് കണക്കൂട്ടുകയും വേണ്ട. അതൊക്കെ വേറൊരു ലെവലാണ്. ശരിക്കും പൈശാചിക ലോകത്തിൻ്റെ അദൃശ്യ ലോകമാണ്. അത് മറ്റൊരു സംഭവമാണ്, നമുക്കത് വിട്ടുകളയാം. ഹല്ലേലൂയ. അടുത്തത് മിഥ്യാബോധത്തിൻ്റെ അരൂപി. 2 തെസ്സലോനിയൻസ് 2:9-11 വരെ വചനങ്ങൾ. അടുത്തത് ഈ ലോകത്തിൻ്റെ അധികാരി. 6-ാമത്തത് യോഹന്നാൻ 14:30, യോഹന്നാൻ 12:31. ഈ ലോകത്തിൻ്റെ അധികാരി യോഹന്നാൻ 14:30, യോഹന്നാൻ 12:31. അശുദ്ധാത്മാവ് മർക്കോസ് 3:11. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ തന്നെ യേശുവിൻ്റെ മുമ്പിൽ അശുദ്ധാത്മാ ബാധിച്ചവർ വീണു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിനെ എതിർക്കുന്ന ആത്മാവ് ആൻറ്റിക്രൈസ്റ്റ്. യേശുവിനെ എതിർക്കുന്ന ആത്മാവ്, അതായത് ആൻറ്റിക്രൈസ്റ്റ്. 1 യോഹന്നാൻ 4:1-3 വരെ വചനങ്ങൾ. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സ്പിരിറ്റാണ് ആൻറ്റിക്രൈസ്റ്റ്. 1 യോഹന്നാൻ 4:1-3 വരെ വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. കണ്ടോ? എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവാൻ. അതായത് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണ്? ചില വ്യക്തിയിൽ അഹങ്കാരത്തിൻ്റെ ആത്മാവ്, വ്യഭിചാരത്തിൻ്റെ ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്, നിരാശയുടെ ആത്മാവ്, ഭയത്തിൻ്റെ ആത്മാവ്, അങ്ങനെ വ്യത്യസ്തമായ അരൂപികളാണ് വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത്. ഏത് ആത്മാവാണെന്ന് പരിശോധിക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഡിസൈൻമെൻറ്റ്, ഒരു വ്യക്തി പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണ് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ആ ഗിഫ്റ്റ് വേണം. ഇത് ഏത് ആത്മാവാണെന്ന് തിരിച്ചറിയാനുള്ള ഗിഫ്റ്റ് ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാവത്തില്ല ഏത് ആത്മാവാണെന്ന്. ഞാൻ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം ഏത് ആത്മാവാണെന്ന്. തല കൈവച്ചാൽ അന്നേരം ആത്മാവ് പറഞ്ഞാൽ ആ ആത്മാവിനെ ബന്ധിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഏത് സ്പിരിറ്റാണോ ആത്മാവ് ഉള്ളിൽ പറയും, അന്നേരം ബന്ധിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അത് അറിയണമെങ്കിൽ അതിനുള്ള ഗിഫ്റ്റ് വേണം. ഹല്ലേലൂയ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം. യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. ഉണ്ടോ? യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. ആൻറ്റിക്രൈസ്റ്റ്, അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യേശു ദൈവമാണെന്ന് സമ്മതിക്കത്തില്ല. യേശു ദൈവമാണെന്ന് ആര് സമ്മതിക്കാതിരിക്കുന്നുവോ അവരിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റാണ് ആൻറ്റിക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ്, അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. യേശു ക്രിസ്തുവിനെ എതിർക്കുന്ന, ദൈവമായിട്ട് അംഗീകരിക്കാതെ ആര് എതിർക്കുന്നുവോ അവരിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. വ്യക്തമായോ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. യേശുവിനെ എതിർക്കുന്ന ആത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. അഹങ്കാരത്തിൻ്റെ ആത്മാവ്. ജെറമ്യ 50:31-32. ഭാവി ഫലം പറയുന്ന ആത്മാവ്. ഭാവി ഫലം പറയുന്ന ആത്മാവ്. അപ്പസ്തോല പ്രവർത്തനം 16-18 കിംവദന്തിയുടെ ദുരാത്മാവ്. യേശയ്യ 37:7. ഞാനിപ്പോഴും ഓർക്കുന്നു, ഗുഡ് ന്യൂസ് ധ്യാനമന്ദിരത്തിൽ ഒരിക്കലും ഇങ്ങനെ കുറച്ച് ഡെലിവറൻസിനെ കുറിച്ച് ഇത്ര വിശദമായിട്ടില്ല, എന്നാൽ ഡെലിവറൻസിനെ കുറിച്ച് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരു ശക്തമായൊരു പ്രാർത്ഥന, ഡെലിവറൻസിന് പ്രാർത്ഥന ആരംഭിച്ചു. അന്ന് ഗുഡ് ന്യൂസിലുണ്ടായിരുന്ന പുത്തൻ ജനറേറ്റർ, 3 ലക്ഷം വരുന്ന പുത്തൻ ജനറേറ്റർ കത്തിപ്പോയി. അത് കഴിഞ്ഞ് ധ്യാനം നടത്താൻ വേണ്ടി ധ്യാനകേന്ദ്രക്കാർ തന്നെ വേറെ ഒരു ജനറേറ്റർ കൊണ്ടുവന്നു. അന്ന് 2ാമത്തെ ജനറേറ്റർ കത്തിപ്പോയി. പിന്നെ 3ാമത്തെ കൊണ്ടുവന്ന് വെച്ചാൽ അന്ന് ധ്യാനം നടത്തിയത്. ലക്ഷങ്ങൾ നഷ്ടം വന്നു. ഈ മേഖല അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ മുതൽ ഇതൊരു വേറൊരു മേഖലയാണ്, അവന് സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ
ഗുഡ് ന്യൂസിലൊക്കെ വെച്ച് വെള്ളമടിക്കുന്ന മോട്ടർ 2-3 മോട്ടർ, പുതിയ മോട്ടറൊക്കെ അവിടെ വെച്ച് കത്തിപ്പോകുന്ന സംഭവങ്ങൾ. കൺവെൻഷനൊക്കെ എന്തെല്ലാം അസ്വസ്ഥകളാണെന്നറിയോ തിന്മ സൃഷ്ടിക്കുന്നത്. കാരണം യേശുവിനെ പ്രസംഗിക്കുന്നത് എങ്ങനെയും തടയുക, ഇത് തിന്മയുടെ ഒരു പ്രവൃത്തിയാണ്. ഇവിടെ പറയുന്നു, അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും, സ്വന്തം ദേശത്ത് വെച്ച് വാളിനിരയാൻ ഞാൻ അവനെ ഇടവരുത്തും. റബ്ഷക്കെ മടങ്ങിപ്പോയി. ഉണ്ടോ? കിംവദന്തിയുടെ ദുരാത്മാവ്. അടുത്തത് പീഡിപ്പിക്കുന്ന ദുരാത്മാവ്. 1 സാമുവേൽ 16:14-23. അതായത് സാവൂളിനെ ഒരു ആത്മാവ് നിരന്തരമായിട്ട് ദുരാത്മാവ് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. സാവൂളിനെ ദാവീദ് കിന്നരം വായിച്ച് പാടുമ്പോൾ ഈ ദുരാത്മാവ് വിട്ടുപോയിക്കൊണ്ടിരുന്നു. പീഡിപ്പിക്കുന്ന ദുരാത്മാവ്. 1 സാമുവേൽ 16:14-23 2 വചനങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി, അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. 13 നുണയുടെ വശീകരിക്കുന്ന ആത്മാവ്. 2 ദിനവൃത്താന്തം 18:21-22 വചനങ്ങൾ. നുണയുടെ ആത്മാവ്. അടുത്തത് 1 രാജാക്കന്മാർ 22:21-23 വചനങ്ങൾ. 21, 22, 21 വചനങ്ങൾ. നുണയുടെ ദുരാത്മാവ്. അടുത്തത് സുഖലോലുപതയുടെ ആത്മാവ്. ദുരാത്മാവാണ് സുഖലോലുപതയുടെ ദുരാത്മാവ്. ലൂക്ക 21:34-36 വരെ വചനങ്ങൾ. അടുത്തത് ചതിക്കുന്ന ദുരാത്മാവ്. 2 കൊരിന്തോസ് 11:3. എന്നാൽ സർപ്പം ഹൗവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ടോ? സർപ്പം ഹൗവായെ തന്ത്രപൂർവം ചതിച്ചു. അതുപോലെ തന്നെ സാത്താൻ ഇന്നും മനുഷ്യനെ തന്ത്രപൂർവം ചതിക്കുകയാണ്. ചതിക്കുന്ന സ്വഭാവമാണ് പിശാചിൻ്റെ സ്വഭാവം. ഹല്ലേലൂയ. ഞാൻ 1-2 കാര്യങ്ങളുടെ വാക്യം പറയാം. 1-2 പോയിൻറ്റ്സോടെ വായിച്ചു കേൾപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 391. പിഴച്ചുപോയ മാലാഖമാരാണ് പിശാചുക്കൾ എന്നത് ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. പാപം ചെയ്ത മാലാഖമാരാണ് സാത്താൻ എന്ന പരമ്പരാഗത പഠനം സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം ആവർത്തിക്കുന്നു. അവിടെ പറയുകയാണ് സാത്താൻ, അതായത് മാലാഖമാർ, പിഴച്ചുപോയ മാലാഖമാരാണ് സാത്താൻ ഉണ്ട്. അത് സാർവത്രിക സഭ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് CCC 2851. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കർത്തൃപ്രാർത്ഥനയിൽ ഞാൻ യാചിക്കുന്നുണ്ട്. സഭയുടെ സാർവത്രിക മതബോധനമനുസരിച്ച് അമൂർത്തമായ തിന്മയെ മാത്രമല്ല ഇത് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദൈവത്തെ എതിർക്കുന്ന സാത്താൻ എന്ന വ്യക്തിസത്തയെ ഉദ്ദേശിക്കുന്നു. ഉണ്ടോ? സാത്താൻ എന്ന വ്യക്തിസത്തയെ ഉദ്ദേശിക്കുന്നു. ഒരു വ്യക്തിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയായിട്ടാണ് ഈ തിന്മയുടെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. പിഴച്ചുപോയ മാലാഖമാരാണ് പിശാചുകൾ. ഇത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വരുന്നു, തടസ്സപ്പെടുത്തുന്ന സാത്താൻ. 1 തെസ്സലോനിയൻസ് 2:18. തടസ്സം സൃഷ്ടി, എല്ലാ കാര്യത്തിലും ഡിലേ വരുത്തുക, തടസ്സം സൃഷ്ടിക്കുക. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. ഡിലേ ഉണ്ടാക്കുക, എപ്പോഴും തടസ്സം. ഏത് കാര്യത്തിനൊക്കെ തടസ്സം. പലരും പറയാറുണ്ട്, ശരിയാണോ? അതെ, ഏത് കാര്യത്തിനൊക്കെ തടസ്സം വരിക, അത് ഈ ഒരു സ്പിരിറ്റാണ്, തടസ്സം സൃഷ്ടിക്കുന്ന ആത്മാവ്. അപ്പോൾ ശരിക്ക് നിങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലുന്നത് ഒത്തിരി നല്ലതാണ്. വിശ്വാസപ്രമാണം ഒരു 33 തവണയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ സാധാരണയുള്ള പൈശാചിക ബന്ധനം പേടിയൊക്കെ വിട്ടുപോക്കോളും. വിശ്വാസപ്രമാണം ബന്ധന പ്രാർത്ഥനയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ വിശ്വാസപ്രമാണം ചെല്ലുന്നത് ഒത്തിരി നല്ലതാണ്. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് 3-4 ദിവസം അല്ലെങ്കിൽ 1 മാസം കുഞ്ഞുങ്ങൾ രാത്രി നിരന്തരം കരച്ചിലായിരിക്കും. അങ്ങനെയുള്ള ചില കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ആ കുഞ്ഞിനെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുക, ചങ്കിന് കുരിശ് വരയ്ക്കുക. ഒരു 3 വിശ്വാസപ്രമാണം അല്ലെങ്കിൽ 7 വിശ്വാസം, അതിൽ 10 വിശ്വാസപ്രമാണം ഈ കുഞ്ഞിന് കേൾക്കാവുന്നതേ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്താൽ മതി. ഈ കുഞ്ഞ് കരച്ചിൽ നിർത്തും. കാരണം ഇതൊരു സ്പിരിറ്റാണ്. കാരണം മാമോദിസ മുങ്ങിയിട്ടില്ല, അതിൻ്റെ അസ്വസ്ഥതയാണ്. പ്രൈസ് ദി ലോർഡ്.
കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടെങ്കിൽ വിശ്വാസപ്പെടാൻ അവരെ അറിവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊണ്ട് ചെല്ലിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അടുത്തത് നുണയുടെ സാത്താൻ. യോഹന്നാൻ 8:44-45. സാത്താൻ നുണയനാണ്, നുണയുടെ പിതാവാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അടുത്തത് നാശമുണ്ടാക്കുന്ന സാത്താൻ. യോഹന്നാൻ 10:10. കൊല്ലുവാനും നശിപ്പിക്കാനും മോഷ്ടിക്കുവാനുമാണ് വരുന്നത്. ഞാനിപ്പോൾ കുറേ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി ബൈബിളിൽ ഇതുപോലെ വ്യത്യസ്തമായ അരുവികളെക്കുറിച്ച് ധാരാളമായിട്ട് നമുക്ക് ശ്രദ്ധയോടെ വായിച്ചാൽ ശരിക്കും ആത്മാവ് വെളിപ്പെടുത്തി തരാതെ ഇതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. നിങ്ങൾ എത്ര ബൈബിൾ വായിച്ചാലും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ആത്മാബോധ്യം തരാതെ ഇത് മനസ്സിലാകില്ല. ഞാൻ ഈ പറഞ്ഞ ഈ വചനങ്ങൾ, ഈ ഒരു മേഖല ബൈബിൾ വെച്ച് ആ സ്പിരിറ്റ് ഏതാണ് അത് വായിച്ച വചനം ഒരു 4 തവണ വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യങ്ങൾ കർത്താവ് തരും. അങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റയടിക്കൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെയല്ല. ഇത് അദൃശ്യ ലോകത്തിൻ്റെ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഈ ഒരു മേഖല. ഉള്ള ഈ അദൃശ്യ ലോകത്തെ തകർക്കാൻ ഒറ്റ വഴിയുള്ളൂ: യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, പ്രാർത്ഥന, ഉപവാസം, പിന്നെ വിശുദ്ധ മിഖായിലിനുള്ള പ്രാർത്ഥന, പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം, വിശുദ്ധന്മാരുടെ മധ്യസ്ഥം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു തിന്മയും നമ്മളെ തൊടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. കുറച്ച് കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചു. ഇനിയും പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ, പക്ഷേ പൊതുവായിട്ട് ഒരു അറിവ് കിട്ടുന്ന പോലെ കുറേ കാര്യങ്ങൾ ഞാൻ സഭയുടെ ആധികാരിക പഠനം ഉൾപ്പെടെയാണ് പറഞ്ഞത്. ഞാനത് അങ്ങനെ പറഞ്ഞത് നിങ്ങളിതേക്കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യപ്പെടണം. കാരണം ഈ കാലഘട്ടത്തിൽ നിങ്ങളിത് വ്യക്തമായിട്ട് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.